ഹലോ, ഇന്നൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് CMA ഇന്റർമീഡിയറ്റിന് റിസൾട്ട് വന്ന ദിവസം. ഓക്കെ, രാവിലെ ഒരു 6:45 ഫോണൊക്കെ നോക്കി, അതും റിസൾട്ട് വന്നു, അയ്യോ ഞാൻ പാസ്സായി, അല്ലെങ്കിൽ വാവ് ഞാൻ പാസ്സായി എന്നുള്ള രീതിയിൽ അത്രത്തോളം സന്തോഷിക്കുന്ന ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ 3 പേരും ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവരുടെ അടുത്ത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇനി എന്തൊക്കെയാ വിശേഷങ്ങൾ കാര്യം. അപ്പൊ അങ്ങനെ ശോഭം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇന്നൊരു ശരിക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡേ ആയിരുന്നു. 6:45 എണീച്ചു, ഫോൺ നോക്കി, റിസൾട്ട് കണ്ടു, പാസ്സായി. അതായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം. സോ മൈ നെയിം ഇസ് രേഷ്മ. ഞാനിവിടെ CMA ഇന്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കയറിയ ഒരു വ്യക്തിയാണ്. ഞാൻ ഇവിടെ യോഷേത്ര കോളേജിലായിരുന്നു എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. +2 കഴിഞ്ഞിട്ട് CMA എന്നൊരു കോഴ്സിനെ കുറിച്ച് ആക്ച്വലി ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബാങ്ക് കോച്ചിങ് അല്ലെങ്കിൽ ബാങ്ക് ജോലിക്കായിരുന്നു കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിഗ്രി എത്തിയിട്ടാണ് അവിടെ ഒരു സാറ് പ്രകാരമായിരുന്നു ഞാൻ CMA എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു CMA ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഞാൻ CMA എടുത്തു. ഈ ട്രാൻസ്പെറൻറ്റ് അക്കാഡമിയിലോട്ട് വരാനുള്ള കാരണം ഞാൻ ആക്ച്വലി ഗൂഗിൾ ചെയ്തിട്ടാണ് ട്രാൻസ്പെറൻറ്റ് ഇവിടെ പാലക്കാട് തന്നെ നോക്കാനായിരുന്നു താല്പര്യം. അങ്ങനെയാണ് ട്രാൻസ്പെറൻറ്റ് അക്കാഡമിയിലോട്ട് ഞാൻ വരുന്നത്. ഹലോ, ഞാൻ സോന. ഞാനും ഒന്ന് CMA ഇന്റർ കംപ്ലീറ്റ് ചെയ്തതാണ്. ഐ എം സോ ഹാപ്പി. ഞാനിവിടെ ട്രാൻസ്പെറൻറ്റ് അക്കാഡമിയിൽ വന്നതിന് ശേഷം ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ ഇത് ലഭിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും 1 ഇയറിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ട്രാൻസ്പെറൻറ്റ് അക്കാഡമി ഞാൻ അറിഞ്ഞത് തന്നെ രേഷ്മ വഴിയാണ്. രേഷ്മയാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഓക്കെ ഇവിടെ ഉണ്ട്, പാലക്കാട് ഉണ്ട് എന്ന് തന്നെ പരിചയപ്പെടുത്തി തന്നത്. ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ്, ഒരു നല്ലതായിരുന്നു. പിന്നെ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് ഹെൽപ്പിങ്ങും, അതേപോലെ തന്നെ ഏത് നേരവും നമുക്ക് അവൈലബിൾ ആണ്. എന്ത് ഡൗട്ടും ക്ലാസ് തുടങ്ങിയപ്പോഴായിക്കോട്ടെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് പേടിയുള്ള ഒരാളാണ്. എന്തെങ്കിലും ഒരു പുതിയ ഒരു കാര്യം തുടങ്ങുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളാണ്. ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഞാനൊരു 3 വർഷം ഡിഗ്രി കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ആയിട്ട് ഏജായിട്ട് പോവില്ലായിരുന്നു. അപ്പം എനിക്കതൊക്കെ പേടിയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഇവിടുത്തെ ഫാക്കൽറ്റീസാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ അതിനെ ഈസാക്കി എടുത്തത്. ഐ എം സോ ഹാപ്പി ഇവിടെ വന്നതിലും അതേപോലെ തന്നെ ഇവിടെ പഠിക്കാൻ പറ്റിയതിലും. ഹായ്, എൻ്റെ പേര് ലക്ഷ്മി. ട്രാൻസ്പെറൻറ്റ് അക്കാഡമിനെ കുറിച്ച് പറയുമ്പോൾ മോർ ദാൻ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഫാമിലി. ഇവിടെയുള്ള ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ വേറെ സ്റ്റാഫ് ആയിക്കോട്ടെ നമുക്ക് ഒരു തേർഡ് പേഴ്സണെ പോലെ ഒരിക്കലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഫാക്കൽറ്റീസൊക്കെ ജസ്റ്റ് ലൈക്ക് അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയായിരുന്നു. നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഡിസ്കസ് ചെയ്യാം. പഠിത്തം മാത്രമല്ല വേറെ എന്ത് കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. പഠിത്തത്തിലേക്ക് വരുമ്പോൾ തന്നെ ഫ്രം ദ ബേസിക്, നമുക്ക് ബേസിക് അറിയില്ല എന്ന് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഓക്കെ എനിക്കിത് അറിയില്ല, ഞാൻ പുറകിലാണെന്ന് ഫീൽ ചെയ്തിട്ടേ ഇല്ല. താങ്ക്സ് ടു ട്രാൻസ്പെറൻറ്റ് അക്കാഡമി ഫോർ ദിസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് അവർ CMA ജേർണി. ഹായ്, ഞാൻ ഹരിപ്രിയ. ഞാൻ വരാൻ കുറച്ച് ലേറ്റായി, കാരണം ഞാൻ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആക്ച്വലി ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്തു. എന്താ വെച്ചാൽ എനിക്ക് അത്രമാത്രം കോൺഫിഡൻസ് ആയിരുന്നു ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് കാരണം കൊണ്ടും അവിടെ പഠിപ്പിച്ചിരുന്ന രീതി കാരണം കൊണ്ടും ഞാൻ എന്തായാലും എക്സാം ക്ലിയർ ചെയ്യുമെന്ന് എനിക്ക് 100% ഷുവറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എക്സാം കഴിഞ്ഞ് 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്തു. ഇവിടുത്തെ രാജേഷ് സാറാണെങ്കിലും ജയരാജ് സാറാണെങ്കിലും അവരുടെ അണ്ടറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവർ തന്ന ഇൻസ്പിറേഷൻ കാരണം കൊണ്ടാണ് ഞാൻ അവരുടെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യാൻ പോയത്. ട്രാൻസ്പെറൻറ്റ് അക്കാഡമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെയാണ് ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ശരത് സാറ്, ശോഭ മാം, രാജീവ് സാർ, അങ്ങനെയുള്ള എല്ലാ ഫാക്കൽറ്റീസും നമുക്ക് തരുന്ന സപ്പോർട്ടും അവർ ഫ്രം ദ ബിഗിനിങ് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒന്നിനും നമുക്കൊരു കുറവ് വന്നിട്ടില്ല. നമ്മളുടെ വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അവരത് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പോരാത്തതിനും നമുക്ക് എന്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റുമായിരുന്നു. നമുക്കൊരു മടിയോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ടീച്ചേഴ്സിൻ്റെ അടുത്തോ. എന്താ വെച്ചാൽ അത്രയും നമ്മളുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിരുന്നു. പോരാത്തതിന് എൻ്റെ ഇവിടെ ഫ്രണ്ട്സ്, എനിക്കിവിടെ വന്നിട്ടാണ് ഇവിടുത്തെ ഫ്രണ്ട്സിനെ കിട്ടിയത്. അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. മീൻസ് നമ്മളൊരു ഡൗട്ട് ചോദിച്ചാൽ അവർ ഒരിക്കലും മടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ പറഞ്ഞുതരാനാണ്. ഇവിടുത്തെ എൻ്റെ റിസൾട്ടിൻ്റെ ജയം തന്നെ ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടി. സോ ഞങ്ങളിനി CMA ഫൈനൽ എന്നുള്ള ജേർണിയിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ഫൈനലിലുള്ള ക്ലാസ്സസും ട്രാൻസ്പെറൻറ്റ് അക്കാഡമി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഞങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിലായിരിക്കും പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റേൺഷിപ്പിനോട് ശരിക്കും നമുക്ക് ഫൈനലിൽ ക്ലാസ് കിട്ടാന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓൺലൈൻ ക്ലാസ് അല്ലാണ്ട് ഓഫ്ലൈൻ ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഹാൻഡിൽ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾക്ക് രാവിലെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് റിയലി റിലീഫ് ഫോർ അസ്. അതായത് ശരിക്കും ഞാൻ ചിന്തിച്ചത് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, വന്നു കഴിഞ്ഞിട്ട് ഇനി ഓൺലൈൻ ക്ലാസ് കേൾക്കണം, അങ്ങനെയൊക്കെയായിരുന്നു ശരിക്കും ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. 7 to 9 ആണ് ഇവിടെ പറയുന്നത് മോർണിംഗ്. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും പറ്റും. സോ ഇറ്റ് ഈസ് എ
റിയലി എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ അസ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഡിസംബർ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ 1.5 വർഷത്തിന്റെ ഇന്റേൺഷിപ്പ് ജേർണിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഫൈനലിന്റെ 4 പേപ്പർ, ഫസ്റ്റ് 4 പേപ്പർ എഴുതിയെടുക്കാനും പറ്റും. അതിനുശേഷം പിന്നെ നമുക്കൊരു 6 മാസം കഷ്ടപ്പെട്ടാൽ നമുക്ക് ഫൈനലിന്റെ ലാസ്റ്റ് 4 പേപ്പേഴ്സ് എഴുതിയെടുക്കാനും പറ്റും. ഹാവ് എ റിയലി നൈസ് എൻവയോൺമെന്റ് ആൻഡ് ക്ലാസ്സസ്. താങ്ക് യു ട്രാൻസ്പെർ അക്കാഡമി.